ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മിസ്സിസ് എന്ന ബോളിവുഡ് മൂവിയാണ്. വിവാഹശേഷം തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന നമ്മുടെ നായികയുടെ ജീവിതമാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റിച്ച എന്ന നമ്മുടെ നായികയാണ്. സ്വന്തമായിട്ട് ഡാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉള്ള അവളാകട്ടെ ഒരു ഡാൻസ് ടീച്ചർ കൂടിയായിരുന്നു. സ്വന്തമായിട്ട് ഒരുപാട് ഷോ കിട്ടണമെന്നും ഒരുപാട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കണമെന്നും വലിയ വലിയ സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്നെല്ലാം തന്നെ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ വീട്ടുകാർ അവളുടെ കല്യാണം ഉറപ്പിക്കുന്നു. അവളെ പെണ്ണ് കാണാൻ വരുന്നത് ദിവാകർ എന്ന ഒരു ഡോക്ടർ പയ്യനായിരുന്നു. അവന്റെ അച്ഛനും ഒരു ഡോക്ടറായിരുന്നു. എന്നാൽ അയാൾ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അമ്മ ഹൗസ് വൈഫ്. ദിവാകർ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. പെണ്ണുകാണൽ ചടങ്ങിനിടെയും പിന്നീടും ഇവർ പലപ്പോഴും പുറത്തുവെച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തനിക്ക് പുറത്തുനിന്നുള്ള ആഹാരം ഒരുപാട് ഇഷ്ടമാണെന്നും പിസ്സ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവള് പറയുന്നുണ്ട്. എന്നാൽ അയാളുടെ ഇഷ്ടങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ആഹാരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അങ്ങനെ കുറച്ചു ദിവസം പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇവരുടെ വിവാഹം കഴിയുകയും ചെയ്യുന്നു. റിച്ചയുടെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരനും ഒരു നായക്കുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. വിവാഹശേഷം ദിവാകറിന്റെ അച്ഛൻ അവളെ അവരുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഇനി നീ ഞങ്ങളുടെ വീട്ടിലെ മകളാണെന്നും പറയുന്നു. അവളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു ദിവാകറിന്റെ വീട്ടിലേക്ക്. ഗൃഹപ്രവേശം ചടങ്ങുകൾ തുടങ്ങാൻ നേരത്ത് ഒരു പെൺകുട്ടി വന്ന് അവളുടെ കയ്യിലേക്ക് ഒരു കാർഡൊക്കെ കൊടുക്കുന്നു. അവിടെ പലയിടത്തും വീടുകളിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയുടെ മകളായ സാവി എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു അത്. അങ്ങനെ ഗൃഹപ്രവേശത്തിന്റെ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് ഇവരുടെ ആദ്യ രാത്രിയാണ്. റിച്ച് റെഡിയായിട്ട് അവിടെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുന്നു. ദിവാകറിനെ കുറേയായിട്ടും കാണാത്ത കാരണം അവളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഗിഫ്റ്റ് ബോക്സ് എല്ലാം തന്നെ അഴിച്ചു നോക്കുന്നു. അതിൽ കൂടുതലും കിച്ചണിലേക്കുള്ള സാധനങ്ങളായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് വാങ്ങിച്ചു കൊടുത്ത ഹെഡ്ഫോൺസ് ആയിരുന്നു അതിൽ വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നത്. ദിവാകർ അവിടേക്ക് വന്നപ്പോൾ അവൾ ആ ഗിഫ്റ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് എന്ന ഹെഡ്ഫോൺസ് ആണ്, നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട നീ തന്നെ വെച്ചോളാൻ പറയുന്നു. ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ കിച്ചണിലേക്കുള്ള സാധനങ്ങളാണെന്നാണ് അവൾ പറയുന്നത്. ഇത് കേട്ടു അയാൾ പറയുന്നുണ്ട്, ഓ എല്ലാ ഗിഫ്റ്റ്സും നിനക്ക് വേണ്ടിയുള്ളതാണല്ലോ എന്ന്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ട് അയാൾ പെട്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ സൈഡിലാണ് കിടക്കുന്നതെന്ന്. എന്നിട്ട് അവിടേക്ക് കയറി കിടക്കുകയും ചെയ്യുന്നു. അയാൾ അധികമൊന്നും സംസാരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവളും അപ്പുറത്തെ സൈഡിലേക്ക് കയറി കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും അവരിങ്ങനെ ചുമ്മാ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അയാൾ അവളെ കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ അവളുടെ മദറില്ല കിച്ചണിൽ ജോലി ചെയ്യുന്നതാണ്. ഗിഫ്റ്റായിട്ട് കിട്ടിയ മിക്സിയും മറ്റു സാധനങ്ങളുമായിട്ട് അവൾ കിച്ചണിലേക്ക് വന്നു. ചമ്മന്തി അരിക്കാൻ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടേക്ക് അത് കൊണ്ടുവയ്ക്കാൻ നേരത്ത് അവളുടെ മദറില്ല പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. കാരണം ദിവാകറിന്റെ അച്ഛന് ഒന്നും മിക്സിയിൽ അരയ്ക്കുന്നത് ഇഷ്ടമല്ല. എല്ലാം കല്ലിൽ തന്നെ അരച്ചെങ്കിൽ മാത്രമേ അയാൾ കഴിക്കൂ. മിക്സിയിൽ അരച്ചാൽ ടേസ്റ്റ് ഉണ്ടാകില്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സാവി എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ പച്ചക്കറിയുമായിട്ട് അവിടേക്ക് വരുന്നു. അതെല്ലാം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകാൻ വേണ്ടിയിട്ട് റിച്ചിയോട് അവളുടെ മദറില്ല പറയുന്നു. കിച്ചണിലെ റിച്ചിയുടെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഹൽവ ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ അവൾ അതൊക്കെ പോയി എടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിയും അവളുടെ കൂടെ പോയി പലതും എവിടേക്ക് ഇരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നു. ഹൽവ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തരണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, സാരമില്ല ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ അവൾ ഹൽവയും ചായയൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അവളുടെ മദറില്ല ആ ചട്നി എല്ലാം തന്നെ കല്ലിൽ അരിച്ചെടുക്കുന്നു. ദിവാകർ അവിടേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ചായ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ കുടിക്കുന്നതിന് മുമ്പ് അതിൽ നിന്നും കുറച്ച് ചായ മറ്റൊരു ഗ്ലാസ്സിലാക്കി അവൾക്കും കൊടുക്കുന്നു. അവൾ കുക്ക് ചെയ്യുന്നത് അവൻ നോക്കി നിൽക്കുന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഇങ്ങനെ നോക്കണ്ട, എനിക്കിതൊന്നും നന്നായിട്ട് അറിയില്ല എന്ന്. എന്നാൽ അവൻ പറയുന്നു, നിന്റെ ബയോഡേറ്റയിൽ നല്ല ബേക്കറാണെന്നൊക്കെയാണല്ലോ എഴുതിയിരുന്നതെന്ന്. അവൾ അത് കേട്ട് ചിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. തനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് അവൻ ചായ കുടിച്ചിട്ട് ആ കപ്പ് അവിടെ വെച്ചിട്ട് തന്നെ പോയി. അവൾ അതെടുത്ത് കഴുകി വെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് റിച്ചിയുടെ വീട്ടിൽ ഇവർ വിരുന്നിന് പോകുന്നതാണ്. നിങ്ങൾ ഹണിമൂണിന് എപ്പോഴാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ദിവാകർ പറയുന്നുണ്ട്, ഹണിമൂണിനൊന്നും പോകാൻ സമയമില്ല, തനിക്ക് ഒരുപാട് ജോലിയുണ്ടെന്ന്. ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ പേഷ്യൻസ് വരുന്നുണ്ട്. തന്റെ മകൾക്കും ഡാൻസിംഗിൽ വലിയ പാഷനായിരുന്നു എന്ന് അവളുടെ അച്ഛൻ പറയുന്നു. എന്നാൽ അത് കേട്ടതും ദിവാകർ വെറുതെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഡാൻസിംഗ് എന്ന് കേട്ടിട്ട് അയാൾക്ക് ഒരു പുച്ഛമായിരുന്നു. അവളുടെ അമ്മയുണ്ടാക്കിയ ഡിഷസ് എല്ലാം തന്നെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെല്ലാം ഉണ്ടാക്കാൻ റിച്ചിയെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ താൻ ശ്രമിച്ചിട്ടുണ്ട്, അതൊന്നും അവള് പഠിച്ചിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. അതൊന്നും സാരമില്ല, എന്റെ അമ്മ അവളെ പഠിപ്പിച്ചോളൂ എന്ന് ദിവാകറും തിരിച്ചു പറയുന്നു. പിന്നീട് ദിവാകറിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലും ഇവർ വിരുന്നിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടിന്റെ വൈഫാകട്ടെ ഓഫീസിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുന്നത്. ദിവാകർ അവിടെ വെച്ചും അവരുണ്ടാക്കുന്ന ആഹാരത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. വിരുന്നെല്ലാം കഴിഞ്ഞ് രാത്രി അവൾ തിരിച്ചു വരുമ്പോൾ അവളുടെ മദറിൽ അവിടെ നിന്ന് ഒരുപാട് പാത്രങ്ങൾ കഴുകുന്നതാണ് കാണുന്നത്. അമ്മ എന്തിനാ കഴുകുന്നത്, ജോലിക്കാർ വരുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കാമെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അതൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല, കിച്ചൺ എപ്പോഴും നീറ്റായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരതെല്ലാം കഴുകാൻ തുടങ്ങി. താനും സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവൾ കൂടെ കൂടാൻ തുടങ്ങിയപ്പോൾ അവര് പറയുന്നുണ്ട് വേണ്ടാന്ന്. അങ്ങനെ അവളെ തിരിച്ച് റൂമിലേക്ക് ചെല്ലുന്നു. അന്നത്തെ ദിവസവും സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവാകർ അവളെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇന്ന് ഒരുപാട് ഫുഡ് കഴിച്ചെന്നും ഇന്നിനെ കൊണ്ട് വയ്യാന്നും അവൾ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, നീ ഡൈജഷനുള്ള മരുന്ന് കഴിച്ചിട്ട് വരാനാണ് അയാൾ പറയുന്നത്. മെഡിസിൻ ബോക്സ് കിച്ചണിലുണ്ടെന്നും പറയുന്നു. അങ്ങനെ അവള് മെഡിസിൻ ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയപ്പോൾ അവളുടെ മദറില്ല അപ്പോഴും അവിടെ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു. മെഡിസിനും കഴിച്ചിട്ട് അവൾ നേരെ റൂമിലേക്ക് വന്ന് കയറിയതും അയാൾ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിക്കാനും കിസ് ചെയ്യാനും തുടങ്ങി. അമിതമായിട്ട് അയാൾ അവളുടെ ശരീരത്തിൽ ബലം പ്രയോഗിക്കാൻ തുടങ്ങിയിരുന്നു. റിച്ചിക്ക്
റിച്ചയ്ക്കൊന്നും ഒരു മൂടുമില്ലാഞ്ഞിട്ട് പോലും അയാളുടെ നിർബന്ധത്തിന് അവൾക്കെല്ലാം വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അവളുടെ മദറില്ല അവിടെയെല്ലാം ക്ലീൻ ആക്കിയിട്ട് രാത്രിയിൽ കിടക്കാൻ വേണ്ടി പോകുന്നത്. റിച്ച അപ്പോഴും ബാത്റൂമിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അവളുടെ ഫ്രണ്ട്സുമായിട്ടൊന്നും തന്നെ കോണ്ടാക്ട് ഇല്ല. അവരുടെ ഗ്രൂപ്പിലൊക്കെ അവൾ കുറച്ചു നേരം മെസ്സേജ് അയക്കുന്നു. എല്ലാവരും തന്നെ ഉറക്കമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ അവളുടെ മദറില്ല എഴുന്നേറ്റ ശേഷം അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം തന്നെ എടുത്ത് ബെഡിലേക്ക് വെക്കുകയും രാവിലെ അയാൾക്ക് വയറ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ അയമോദം കലക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കട്ടിലിന്റെ അടിയിൽ കിടന്ന അയാളുടെ ചെരുപ്പെടുത്ത് അയാൾക്ക് ഇടാൻ പാകത്തിന് അയാളുടെ മുൻപിലേക്കും വെക്കുന്നു. റിച്ച് എഴുന്നേറ്റ് വരുമ്പോഴാകട്ടെ അവരവിടെ ഇരുന്ന് ഫ്രഷ് ആയിട്ട് വെണ്ണ കടഞ്ഞെടുക്കുകയായിരുന്നു. കടഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ണയിൽ നിന്നും അവൾ കൈകൊണ്ട് കുറച്ചെടുത്ത് വായിലേക്ക് വെക്കുന്നു. എന്നാൽ അത് അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കറി വെക്കാൻ വേണ്ടിയിട്ട് അരിയുന്ന പച്ചക്കറിയൊക്കെ ഏത് സൈസിൽ കട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് ദിവാകർ രാവിലത്തെ എക്സസൈസിന് പോവുകയും അയാളുടെ അച്ഛനാകട്ടെ അവിടെ ഇരുന്ന് പത്രം വായിക്കുകയും ചെയ്യുന്നു. പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിട്ട് അവളാകട്ടെ സിങ്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ സിങ്കിലെല്ലാം തന്നെ വെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നു. എന്നാൽ അവൾക്ക് അത് കണ്ടിട്ട് ചെറിയൊരു അറപ്പ് തോന്നി. അതിലേക്ക് അവൾ കൈയിടുന്നില്ല. പക്ഷെ അവളുടെ അമ്മായിയമ്മ അതൊന്നും ശ്രദ്ധിക്കാതെ വന്നിട്ട് അതിലേക്ക് കൈയിട്ട് അതിലുള്ള വേസ്റ്റ് എല്ലാം തന്നെ എടുത്ത് കളയുന്നു. ക്ലീൻ ചെയ്യാൻ ആള് വരുമ്പോൾ അവരിതെല്ലാം വൃത്തിയാക്കില്ലെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നോക്കിയിരിക്കാൻ പറ്റില്ല എന്നാണ് അവളുടെ അമ്മായിയമ്മ പറയുന്നത്. അങ്ങനെ രാവിലത്തേക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം തന്നെ അവർ രണ്ടുപേരും ചേർന്നുണ്ടാക്കി. ദിവാകർ വന്ന് റെഡിയാകാൻ നേരത്ത് റിച്ചയെ വിളിക്കുന്നുണ്ട്, തന്റെ ഡ്രസ്സ് എടുത്തു തരാൻ പറഞ്ഞിട്ട്. അവൾ ഒരു നിമിഷം ഒന്ന് സംശയത്തോടെ നോക്കി നിൽക്കുന്നു. എനിക്ക് റെഡിയാവണം, പെട്ടെന്ന് ഡ്രസ്സ് എടുത്തതാന്ന് അയാൾ പറയുന്നു. അങ്ങനെ അവൾ അയാളുടെ പാന്റ് ഷർട്ടും അവിടെ എടുത്ത് വെക്കുന്നു. തിരിച്ചവൾ പോകാൻ നേരം തന്റെ ഇന്നറ കൂടി എടുത്തു തരാൻ അവളോട് അയാൾ ആവശ്യപ്പെടുകയാണ്. അതൊക്കെ കേട്ടിട്ട് റിച്ചിക്കൊക്കെ വല്ലാതെ തോന്നിയെങ്കിലും അവൾ അതെല്ലാം എടുത്തു വെച്ച ശേഷം എന്നാ പിന്നെ ഞാൻ ഇതെല്ലാം കൂടി ഇടിപ്പിച്ചും കൂടെ തരട്ടെ എന്ന് ചോദിക്കുന്നു. ദിവാകർ അത് കേട്ടെന്ന് ചിരിക്കുകയേ ചെയ്യുന്നുള്ളൂ. അവൾ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും പോയി. അങ്ങനെ ദിവാകറും അവന്റെ അച്ഛനും വന്നിട്ട് ആഹാരം കഴിക്കുകയാണ്. റിച്ച അവളുടെ അമ്മായിമ്മയോട് പറയുന്നുണ്ട്, അമ്മ കൂടി ഇരിക്ക്, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാം, ഞാൻ വിളമ്പി തരാമെന്ന്. എന്നാൽ അവരുടെ അമ്മ പറയുന്നു, ആദ്യം അവർ രണ്ടുപേരും കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന്. ദിവാകറിന് വേണ്ടിയിട്ട് ചൂടുള്ള ഫുൾക്ക ഉണ്ടാക്കി കൊണ്ടുവരാൻ അവളോട് പറയുന്നുണ്ട്. അവളാകട്ടെ റോട്ടിയായിരുന്നു ഉണ്ടാക്കുന്നത്. അവരത് മാറ്റിയ ശേഷം ഗ്യാസിലേക്ക് കാണിച്ചത് ഫുൾക്കയൊക്കെ മാറ്റുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് ചായ കൊടുക്കാൻ നേരത്ത് അവൾ അന്നത്തെ കണക്ക് ഒരു കപ്പ് കൂടി എടുത്ത് അവന്റെ നേരെ നീട്ടുന്നുണ്ട്. എന്നാൽ അയാൾ ഇത്തവണ അവൾക്ക് പകുത്തൊന്നും കൊടുക്കാൻ നിൽക്കാതെ തന്റെ ചായയും കുടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അവളുടെ മദറിലാകട്ടെ അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചെരുപ്പെല്ലാം തന്നെ പുറത്തേക്ക് എടുത്തിട്ട് കൊടുക്കുന്നു. അവര് കഴിച്ചിട്ട് അവിടെ എല്ലാം തന്നെ വൃത്തികേടാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ടാണ് റിച്ചിയും അവളുടെ അമ്മായിയമ്മ ആഹാരം കഴിക്കുന്നത്. പുതിയൊരു പ്ലേറ്റ് പോലും എടുക്കാതെയാണ് അവർ കഴിച്ച പ്ലേറ്റിലിരുന്ന് അവളുടെ അമ്മായിയമ്മ ആഹാരം കഴിക്കുന്നത്. ഇതൊന്നും തന്നെ റിച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിനിടയ്ക്ക് ആ വീട്ടിലെ ക്ലീനിങ്ങിനും മറ്റും വരുന്ന ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് തന്റെ വൈഫിന് സുഖമില്ലാന്നും അതുകൊണ്ടാണ് വരാഞ്ഞതെന്നും അയാൾ പറയുന്നു. റിച്ചിയില്ലാതെ അവളുടെ ഡാൻസ് ഗ്രൂപ്പ് എല്ലാം തന്നെ മറ്റു പ്രാക്ടീസുകളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. നീ എപ്പോഴാ വരുന്നതെന്ന് അവളുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകാൻ തന്നെ 3 മണിക്കൂറോളം എടുക്കുമെന്നാണ് അവൾ പറയുന്നത്. എന്താണെങ്കിലും ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കുന്നു. അതേ ടൈമിൽ അബ്രോഡ് ഉണ്ടായിരുന്ന ദിവാകറിന്റെ സഹോദരിയാകട്ടെ അവളുടെ മദറിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നു. ദിവാകറിന്റെ സഹോദരി പ്രഗ്നന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരോട് അങ്ങോട്ട് ചെല്ലാനായിട്ട് കുറച്ച് നാളായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ റിച്ചി ഉണ്ടല്ലോ, അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വരാൻ ആ പെൺകുട്ടി പറയുന്നു. ചേട്ടത്തി അതെല്ലാം നോക്കില്ലേ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനിന്ന് പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പഠിക്കുക, ഞാൻ എല്ലാം തന്നെ നോക്കിക്കൊള്ളാം, അമ്മ പോയിക്കൊള്ളാൻ. പിന്നീട് കാണിക്കുന്നത് മകളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാത്തിലും സഹായിക്കാൻ റിച്ചിയും അവരുടെ കൂടെ കൂടി. ഒരുപാട് പലഹാരങ്ങളും ഡിഷസും ഒക്കെ ഉണ്ടാക്കുന്ന കാരണം സാവിയും അവളുടെ അമ്മയും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ കൂടി. ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പീസ് എല്ലാം തന്നെ അവൾ തന്റെ ഫോണിൽ ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൾക്ക് അവളുടെ ഗ്രൂപ്പിൽ നിന്നെല്ലാം തന്നെ കോള് വരുന്നുണ്ട്. അതൊന്നും തന്നെ അവൾ അറ്റൻഡ് പോലും ചെയ്യുന്നില്ല. ഈ അടുക്കളയിലെ തിരക്കുകളിൽ അവൾ തന്റെ ഡാൻസ് ഗ്രൂപ്പിനെ കുറിച്ച് എല്ലാം തന്നെ മറന്നുപോയി. ഉണ്ടാക്കുന്നതിനിടയ്ക്ക് പല കാര്യങ്ങളും അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സാവിക്ക് അവൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ അവളുടെ അമ്മായിയമ്മ അവളെ നോക്കുന്നു. അങ്ങനെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി സാധനങ്ങളും പാക്ക് ചെയ്ത് അവളുടെ അമ്മായിയമ്മ അവരുടെ മകളുടെ അടുത്തേക്ക് പോയി. പിറ്റേന്ന് രാവിലെ മുതൽ ആ വീട്ടിലെ ജോലികളെല്ലാം തന്നെ റിച്ചിയുടെ തലയിലായിരുന്നു. അവൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയുമായിട്ട് അച്ഛന്റെ റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ ചായ കൊടുക്കാൻ നേരം അയാൾ പറയുന്നുണ്ട് തന്റെ വയറ് ശുദ്ധിയാക്കിയിട്ടില്ല എന്ന്. അയമോദകം ഇട്ട വെള്ളം എപ്പോഴും തരാറുണ്ട്. അതുപോലെ അയാൾ സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാത്ത കാരണം അവൾ ആ അയമോദകം അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ കലക്കി അയാൾക്ക് കൊടുക്കുന്നു. അവൾ രാവിലെ കഷ്ടപ്പെട്ട് ഓരോ ഡിഷസ് ആയിട്ട് ഉണ്ടാക്കിയായിരുന്നു. കല്ലടിച്ച ചമ്മന്തി മാത്രമേ അയാൾ കഴിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് കല്ലിൽ അവൾ ആ ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങി. എന്നാൽ കയ്യിൽ നിന്നും എരി പറ്റിയിട്ട് അവളുടെ കണ്ണെല്ലാം തന്നെ നീർന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ചമ്മന്തി കൊണ്ടുപോയി മിക്സിയിൽ അരയ്ക്കുന്നു. എന്നാൽ ഈ മിക്സിയുടെ സൗണ്ട് എല്ലാം തന്നെ ദിവാകറിന്റെ അച്ഛൻ പുറത്തു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളന്ന് റോട്ടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ദിവാകർ പറയുന്നുണ്ട് തനിക്ക് ഫുൾക്ക വേണമെന്ന്. ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ഓരോന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവളായിട്ട് ഓടിക്കുകയായിരുന്നു. ചമ്മന്തി മിക്സിയിലാണോ അരച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട് അതേന്ന്. അതുകൊണ്ട് അയാൾ അത് കഴിക്കുകയും ചെയ്യുന്നില്ല. ബാക്കിയുള്ള കറികളൊക്കെ കൂട്ടി കഴിച്ചിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോയി. ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ദിവാകർ വന്ന് അവളുടെ അടുത്ത് ബൈ പറയുന്നുണ്ട്. എന്നാൽ തന്റെ ദേഹം മുഴുവൻ സ്മെല്ലാണെന്ന് അവൾ പറയുന്നു. കിച്ചണിലെ സ്മെല്ലാണ് ഏറ്റവും നല്ല സെക്സിയസ്റ്റ് സ്മെല്ല് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ പിന്നീട് കുറച്ചു നേരം പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷം റിച്ചി ആകട്ടെ തന്റെ പഴയ ഡാൻസ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും ആ ജോലിക്കാരൻ ഉച്ചക്കത്തേക്ക് മട്ടണം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ തന്റെ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ട് കേട്ട് ഡാൻസും കളിച്ചുകൊണ്ട് ബാക്കിയുള്ള ജോലികളിലേക്ക് കടന്നു. പുറത്തു പോകാൻ ഇറങ്ങിയ ദിവാകറിന്റെ അച്ഛനാകട്ടെ കബോർഡിൽ നിന്നും ചെരുപ്പ്
എടുക്കാൻ വേണ്ടിയിട്ട് അവളെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവള് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാരണം വിളി കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അയാളത് സ്വന്തമായിട്ട് എടുത്തിടുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് പോലുമല്ല. കുറെ തവണ അവളെ വിളിച്ചിട്ടും വിളി കേൾക്കാത്ത കാരണം അയാൾ കബോർഡിൽ നിന്ന് ചെരുപ്പെടുക്കുന്നു. അതിനുള്ള പൊടിയടിച്ചിട്ട് അയാളെ തുമ്മുന്നുണ്ട്. ദേഷ്യത്തോടെ അയാൾ കിച്ചണിലേക്ക് വരുമ്പോൾ അവളിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അയാളെ കണ്ടതും അവൾ പെട്ടെന്ന് ഡാൻസ് കളിയൊക്കെ നിർത്തി. എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ആവശ്യമുണ്ടായിരുന്നു, ഇനിയിപ്പോ വേണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും ദേഷ്യത്തോടെ തിരിച്ചുപോയി. ദിവാകരന് സാധാരണ ലഞ്ച് കൊണ്ടുപോകുന്ന സമയത്ത് ജോലിക്കാരൻ വന്നെങ്കിലും അവള് ലഞ്ച് ഫുള്ളായിട്ടുണ്ടാക്കി തീർന്നിട്ടുണ്ടായിരുന്നില്ല. ലഞ്ച് റെഡിയായില്ല എന്ന് പറഞ്ഞിട്ട് ആ ജോലിക്കാരൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ദിവാകർ ആകട്ടെ പുറത്തു നിന്നൊന്നും കഴിക്കുന്നുമില്ല. അയാൾ കോഫി മാത്രം കുടിച്ചുകൊണ്ടാണ് അന്ന് ജോലി ചെയ്യുന്നത്. മീറ്റ് കുക്കാകാൻ ഒരുപാട് സമയമെടുത്തു എന്ന് റിച്ച് അച്ഛനോടും പറയുന്നു. എന്നാൽ അയാൾ ആ ബിരിയാണി കഴിച്ചപ്പോൾ അത് കുക്കറിൽ ഉണ്ടാക്കിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി. കുക്കറിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ബിരിയാണി അല്ലെന്നും ഇത് പുലാവാണെന്നും പറയുന്നു. ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കരുതെന്നും ദം ബിരിയാണി തന്നെ ഉണ്ടാക്കണമെന്നും അവളോട് പറയുന്നുണ്ട്. രാത്രിയിൽ ദിവാകർ എത്തിക്കഴിയുമ്പോൾ അവളോട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്നത്, കറക്റ്റ് സമയത്ത് എനിക്ക് ലഞ്ചെങ്കിലും കിട്ടണം. ഇന്നത്തെ ദിവസം കുറച്ച് കോഫി കുടിച്ച് മാത്രമാണ് ഞാൻ കഴിഞ്ഞുകൂടിയത്. അതുകൊണ്ട് ഡിന്നറെങ്കിലും മര്യാദയ്ക്ക് തരാൻ പറഞ്ഞിട്ട് ചൂടുള്ള ഫുൾക്ക ഉണ്ടാക്കാൻ അവളോട് പറയുന്നു. റിച്ചിക്ക് ആകെ സങ്കടമായിരുന്നു. അവൾ ഒരുപാട് വിഷമത്തോടെയാണ് കിച്ചണിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ദിവാകറിന്റെ അച്ഛനാകട്ടെ അവന്റെ അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അസിസ്റ്റന്റിനെ മര്യാദയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലേ എന്ന്. റിച്ചിയുടെ കാര്യമാണ് അയാൾ ഇങ്ങനെ അയാളുടെ വൈഫിനോട് ചോദിക്കുന്നത്. മാത്രമല്ല മര്യാദയ്ക്ക് അവളോട് വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറയണം. ഇവിടെ എല്ലാം തന്നെ പൊടിയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ പൊടിയടിച്ചിട്ട് എനിക്ക് അലർജി പിടിച്ച് ഞാൻ നമ്മുടെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അത് കാരണം പിറ്റേന്ന് അവൾ അവിടെ എല്ലാം തന്നെ നല്ല പോലെ ക്ലീൻ ആക്കുന്നു. പിന്നീട് യൂട്യൂബ് നോക്കി ദം ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ച ശേഷം കഷ്ടപ്പെട്ട് അവൾ ദം ബിരിയാണി ഉണ്ടാക്കുന്നു. അങ്ങനെ അന്ന് മൊത്തം അവൾ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഒരുപാട് നേരം കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കി ഉച്ചയ്ക്ക് അച്ഛന് കൊടുത്തപ്പോഴാകട്ടെ ഒന്നും മിണ്ടാതെ അയാളെടുത്ത് കഴിക്കുന്നു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട് ഉപ്പില്ല എന്ന്. കഷ്ടപ്പെട്ട് അവൾ ഉണ്ടാക്കിയതിനെ കുറ്റവും പറഞ്ഞുകൊണ്ട് അയാൾ അതെല്ലാം തന്നെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. അങ്ങനെ അവള് പാത്രം എല്ലാം തന്നെ കഴുകി വെക്കുന്നു. അതിനിടയ്ക്ക് ആ സിങ്ക് ലീക്കായിട്ട് താഴേക്ക് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. ആദ്യം ചെറുതായിട്ടുണ്ടായിരുന്ന ലീക്ക് ഇപ്പോൾ കൂടി കൂടി വരികയാണ്. ജോലിക്കാരൻ വന്നു കഴിഞ്ഞിട്ട് ദിവാകറിനുള്ള ബിരിയാണിയും അവൾ പാഴ്സലാക്കി അയാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അതിനുശേഷമാണ് അവൾ കഴിക്കുന്നത്. വൈകുന്നേരം ദിവാകർ എത്തി കഴിയുമ്പോൾ അവളോട് പറയുന്നുണ്ട് ഡിന്നറിന് ബിരിയാണി വേണ്ട എന്ന്. എന്നാൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ഒരുപാട് ബാക്കിയിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ അത് സാരമില്ല, പോയി ഫുൾ കാസ് ഉണ്ടാക്കാനാണ് അവളോട് പറയുന്നത്. അവൾ ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിൽ അമ്മയെ വിളിക്കുന്നുണ്ട്. താൻ ഉണ്ടാക്കുന്ന ഫുഡൊന്നും തന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്ന് അവൾ പറയുന്നു. പതിയെ പതിയെ ഓരോന്ന് നീ പഠിച്ചെടുത്താൽ മതി എന്നാണ് അവളുടെ അമ്മ പറയുന്നത്. ഞാനൊരു കുക്കിനെ വെക്കാൻ അവരോട് പറഞ്ഞാലോ എന്ന് അവൾ ചോദിക്കുന്നു. ഇപ്പൊ ഒന്നും നീ പറയാൻ നിൽക്കണ്ട, തൽക്കാലം നീ അഡ്ജസ്റ്റ് ചെയ്യാനാണ് അവളുടെ അമ്മ പറയുന്നത്. അവൾക്കാകട്ടെ തന്റെ ഡാൻസ് ടീച്ചർ ജോലിയിലേക്ക് തിരിച്ചു കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ ജോലികൾ കാരണം അവൾക്കൊന്നിനും തന്നെ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ഫുൾ കാസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇവരെല്ലാരും ആഹാരം കഴിച്ചിട്ട് അവരെല്ലാം അവരുടെ വഴിക്ക് പോയി. അവളാകട്ടെ അവിടെ നിന്ന് പാത്രം കഴുകുകയായിരുന്നു. ആ സിങ്ക് ആകട്ടെ വീണ്ടും ലീക്ക് ആയിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിലാ മനസ്സോടെ ആ അഴുക്ക് വെള്ളത്തിൽ കൈയിട്ട് അവൾ അതിനകത്തെ വേസ്റ്റ് എല്ലാം തന്നെ എടുത്തു മാറ്റി. അവളുടെ കൈയെല്ലാം തന്നെ അതിന്റെ സ്മെല്ലായിരുന്നു. എത്ര കഴുകിയിട്ടും പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുവിധം ജോലിയെല്ലാം തീർത്തിട്ട് തളർന്നു ചെന്ന് അവളെ കിടന്നപ്പോഴേക്കും ദിവാകർ അവളെ സെക്സിന് വേണ്ടി നിർബന്ധിക്കുന്നു. എല്ലാ ദിവസവും അയാളുടെ ഇഷ്ടത്തിന് അവൾ നിന്നു കൊടുക്കുകയായിരുന്നു. പിറ്റേന്ന് സവിയാകട്ടെ അവളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നു. അവളുടെ നെറ്റിയിൽ പൊട്ട് കണ്ടിട്ട് സവി പറയുന്നുണ്ട്, തന്റെ അമ്മ പൊട്ട് വെക്കാറില്ല, ഗുഡ് ലക്ക് ഉള്ളവർ മാത്രമേ പൊട്ട് വെക്കാറുള്ളൂ. അതെന്താ നിന്റെ അമ്മയ്ക്ക് ഗുഡ് ലക്ക് ഇല്ലാത്തെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഹസ്ബൻഡ് ഇല്ലാത്തവരൊക്കെ ഗുഡ് ലക്ക് ഇല്ലാത്തവരാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇത് കേട്ട് റിച്ച പറയുന്നു, ഒരിക്കലും അങ്ങനെയല്ല. നിനക്ക് പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് അറിയില്ലേ? ആ ഒരു നമ്പർ വെച്ചിട്ട് മാത്രമേ ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അൺബ്രേക്കബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. നിന്റെ അമ്മയും ഒരു പ്രൈം നമ്പർ ആണ്. ആർക്കും തന്നെ നിന്റെ അമ്മയെ തകർക്കാനാവില്ല. അതുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് ഗുഡ് ലക്ക് അല്ല വേണ്ടത്, നിന്റെ അമ്മ തന്നെ ഒരു ഗുഡ് ലക്ക് ആണ്. അതും കേട്ട് ചിരിച്ചുകൊണ്ട് സവി അവിടെ നിന്നും പോയി. ആ സിങ്ക് ആകട്ടെ വീണ്ടും ലീക്കാകാൻ തുടങ്ങിയിരുന്നു. അവൾ പലതവണ പ്ലംബറിനെ വിളിക്കാൻ ദിവാകറിനോട് പറഞ്ഞെങ്കിലും അയാൾ എല്ലാ ദിവസവും മറന്നുപോയിക്കൊണ്ടേയിരുന്നു. അതിനിടെ റിച്ചിയുടെ ഫ്രണ്ട് അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, തന്റെ ആദ്യത്തെ പെർഫോമൻസ് ഉടനെ തന്നെ ഉണ്ടെന്ന്, തനിക്കൊരു സ്റ്റേജ് കിട്ടിയെന്നും പറയുന്നു. കൂട്ടുകാരി ഉയർന്നു പോകുന്നതിൽ അവൾക്ക് സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് വിഷമവും ഉണ്ടായിരുന്നു, താൻ എങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുന്നതിൽ. അവളുടെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ആകട്ടെ കിച്ചണിലെല്ലാം തന്നെ അവളെ സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ വീഡിയോ കോളിലൂടെ റിച്ച് അതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നതും അവളുടെ ഹസ്ബൻഡ് തന്നെയാണ്. ഫോൺ വെക്കുന്നതിന് മുമ്പ് ദിവാകറിനെയും കൂട്ടി സൺഡേയിൽ നിങ്ങൾ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ കൂട്ടുകാരി ഫോൺ കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് റിച്ചയാകട്ടെ അവിടുത്തെ ജോലികളും തീർത്ത് വീടെല്ലാം തന്നെ ക്ലീൻ ആക്കാൻ ആരംഭിച്ചു. അതിനിടയ്ക്ക് അച്ഛൻ വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, തന്റെ ഡ്രസ്സെല്ലാം തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കിയെങ്കിലും അതൊന്നും തന്നെ വൃത്തിയായിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് നല്ലപോലെ കൈകൊണ്ട് ഒന്നുകൂടി അലക്കാൻ. അങ്ങനെ അവൾ അതുമായിട്ട് പോയിട്ട് കൈകൊണ്ട് വൃത്തിയായിട്ട് അലക്കാൻ തുടങ്ങി. ഇന്ന് വൈകുന്നേരം ദിവാകർ വന്നു കഴിയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതുവരെ നിങ്ങൾ പ്ലംബറിനെ വിളിച്ചില്ലാന്ന്. മാത്രമല്ല ബാക്കി ജോലികൾക്ക് ഏതെങ്കിലും ഒരു ജോലിക്കാരെ കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന്. എന്തിനാ ജോലിക്കാരുടെ ആവശ്യം? ഇടയ്ക്ക് ഇവിടെ പൊടിയടിക്കാനും തുടയ്ക്കാനും ഒരാൾ വരുന്നുണ്ടല്ലോ, അയാൾ പോരെയെന്ന് ചോദിക്കുന്നു. എന്നാൽ റിച്ച പറയുന്നുണ്ട്, തനിക്ക് തന്റെ ജോലി കണ്ടിന്യൂ ചെയ്യണം, ഒട്ടും തന്നെ ടൈം എനിക്ക് കിട്ടുന്നില്ല, ഇവിടുത്തെ ജോലികളും ചെയ്ത് തന്നെ എന്റെ ടൈം പോവുകയാണെന്ന്. നിനക്കിനി എന്ത് ജോലിക്കാ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, തന്റെ ഡാൻസ് ഗ്രൂപ്പിലേക്ക് തനിക്ക് തിരിച്ചു പോകണമെന്ന്. കൂട്ടുകാരികൾക്കെല്ലാം തന്നെ പുതിയ ഷോസും സ്റ്റേജും എല്ലാം കിട്ടി. എന്നാൽ അയാൾ പറയുന്നുണ്ട്, അത് നിന്റെ വെറും ഒരു ടൈം പാസ് മാത്രമായിരുന്നില്ലേ, നിനക്കതിൽ നിന്ന് അത്രയ്ക്ക് ശമ്പളമൊന്നും തന്നെ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. താൻ അതിലേക്ക് പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ തനിക്ക് ഇൻകം കിട്ടുമെന്ന് അവൾ പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേഷ്യൻസിനെ നോക്കി, അതുകൊണ്ട് നീ വെറുതെ സംസാരിച്ച് എന്റെ തലവേദനിപ്പിക്കാൻ നിൽക്കാതെ ആഹാരം എടുത്തു വെക്കാൻ. എല്ലാരും കഴിച്ചിട്ട് പോയിട്ട്
അവൾ വീണ്ടും പാത്രങ്ങൾ കഴുകുന്നു. ആ സിങ്കിന്റെ ലീക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനിടയ്ക്ക് ദിവാകർ റൂമിൽ നിന്ന് അവളെ വിളിച്ചിട്ട് ജോലിയെല്ലാം തീർന്നെങ്കിൽ വാ എന്ന് പറയുന്നുണ്ട്. റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അന്ന് രാത്രി ജോലി കഴിഞ്ഞിട്ടും അവൾ റൂമിലേക്ക് പോകാതെ ആ സോഫയിൽ തന്നെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അവൾക്ക് പീരീഡ്സ് ആയിരുന്നു. അവൾ ദിവാകറിനോട് വന്ന് പറയുന്നുണ്ട് പീരീഡ്സ് ആയി എന്ന്. എന്നാൽ അയാൾ പറയുന്നുണ്ട് നീ കിച്ചണിലേക്ക് പോകണ്ടെന്ന്. 4-5 ദിവസത്തേക്ക് കിച്ചണിൽ കയറണ്ട, അത് കഴിഞ്ഞിട്ട് മാത്രം കയറിയാൽ മതി. ഞാൻ പോയി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. തനിക്ക് സാനിറ്ററി പാഡ് കൂടി വേണമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ നേഴ്സിന്റെ കയ്യിൽ കൊടുത്തുവിടാമെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം ദിവാകർ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു. എന്തായാലും കിച്ചണിൽ കയറേണ്ടാത്തതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് റിച്ചിക്ക് റെസ്റ്റ് ആയിരുന്നു. അവൾ തന്റെ ഡാൻസ് വീഡിയോസ് എല്ലാം തന്നെ കാണാൻ തുടങ്ങി. അപ്പോഴേക്കും ക്ലീൻ ചെയ്യാനും ഉച്ചക്കത്തേക്ക് ആഹാരം ഉണ്ടാക്കാനും എല്ലാം തന്നെ സവിയുടെ അമ്മയായ ജോലിക്കാരി അവിടേക്ക് വരുന്നു. ആ സ്ത്രീ റിച്ചിയോട് പറയുന്നുണ്ട് ഈ വീട്ടിലെ സ്ത്രീകൾക്ക് വല്ലപ്പോഴും മാത്രമാണ് ഇതുപോലെ റെസ്റ്റ് കിട്ടുന്നത്, അതുകൊണ്ട് മാക്സിമം റെസ്റ്റ് എടുത്തോ, അല്ലാത്ത സമയം ഈ വീട് മുഴുവൻ ക്ലീൻ ആക്കി ഇവിടുത്തെ ജോലി ചെയ്തും തളർന്നു പോകത്തേ ഉള്ളൂ. അവർ ദിവാകറിന്റെ ക്ലിനിക്കിൽ സ്വീപ്പറായിട്ടും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിക്കാരികളെ ആരെങ്കിലും കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരുപാട് പേരെ ഞാൻ ഇവിടെയൊക്കെ കൊണ്ടുവന്നതാ, പക്ഷെ ആരും തന്നെ ഇവിടെ കുറച്ച് ദിവസം പോലും നിൽക്കില്ല. ജാതിയുടെ പേരിലും മറ്റുമൊക്കെ കുറ്റം പറഞ്ഞിട്ട് പലരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ താനതൊന്നും നോക്കാറില്ല എന്ന് റിച്ച പറയുന്നു. പീരീഡ്സ് ടൈമിൽ പോലും ഞാൻ കിച്ചണിൽ കയറാറുണ്ട്. താനും അതുപോലെ തന്നെയാണെന്നാണ് ആ സ്ത്രീ പറയുന്നത്. എനിക്കിതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ആരും തന്നെ തിരക്കാൻ വരാറില്ല, അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ജോലിക്ക് പോവുകയും കിച്ചണിലെ ജോലിയൊക്കെ ചെയ്യുകയും ചെയ്യും. പിന്നീടുള്ള 2-3 ദിവസത്തേക്ക് ആ സ്ത്രീ ഫുഡ് ഉണ്ടാക്കുന്ന കാരണം ഒന്നും തന്നെ അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ആ സമയം മുതലെടുത്തുകൊണ്ട് റിച്ച മാക്സിമം റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നു. ഇടസമയത്തെല്ലാം തന്നെ അവൾ ഡാൻസും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ഡാൻസ് ടീച്ചറിന്റെ ഒഴിവ് കണ്ടിട്ട് അവൾ ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പീരീഡ്സ് ഡേ എല്ലാം കഴിഞ്ഞിട്ട് അവൾ വീണ്ടും കിച്ചണിലേക്ക് കയറി തുടങ്ങി. പഴയ പോലെ ഓരോ ജോലികൾ തുടങ്ങിയിരുന്നു. രാവിലെ അവർ ആഹാരം കഴിക്കാൻ നേരത്ത് അവൾ അവർ 2 പേരോട് സംസാരിക്കുന്നു. തനിക്ക് ജോലിക്ക് പോകണമെന്ന് പറയുന്നു. എന്ത് ജോലി എന്ന് ചോദിക്കുമ്പോൾ ഡാൻസ് ടീച്ചറിന്റെ ജോലി എന്ന് പറയുമ്പോൾ ദിവാകറിന്റെ അച്ഛൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് അയാൾ പറയുന്നത്. തൽക്കാലം ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ ഇപ്പൊ ജോലിക്ക് പോകണ്ടെന്ന് ദിവാകറും പറയുന്നു. മാത്രമല്ല നമ്മളെ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിക്ക് ഡാൻസ് ടീച്ചറിന്റെ ജോലിയൊന്നും സെറ്റ് ആകില്ല എന്ന് കൂടി ദിവാകറിന്റെ അച്ഛൻ പറയുന്നു. റിച്ച ആകെ സങ്കടത്തിലായിരുന്നു. അന്ന് രാത്രിയാകട്ടെ ദിവാകറിന്റെ ഒരു അങ്കിളും വൈഫും അവിടേക്ക് വരുന്നുണ്ട്. അവര് വന്നു കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരോ കാര്യങ്ങൾ അവളോട് പറയാൻ തുടങ്ങി. ഒരാൾക്ക് കോൾഡ് കോഫി വേണം, ഒരാൾക്ക് ബ്ലാക്ക് കോഫി വേണം, ഒരാൾക്ക് ബ്ലാക്ക് ടീ വേണം, അങ്ങനെ ഓരോരോ ഡിഫറെന്റ് ഐറ്റംസ് അവൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്നു. എന്നാൽ അതിലെല്ലാം തന്നെ അയാൾ കുറ്റം പറയാൻ തുടങ്ങി. ഇതിങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്, ഞാൻ പറഞ്ഞു തരാം, അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു. റിച്ചിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കേട്ടിട്ട് അയാളുടെ വൈഫ് അയാളോട് പറയുന്നുണ്ട് ഇത് റെസ്റ്റോറന്റ് ഒന്നും തന്നെയല്ല എന്ന്. അതുകൊണ്ട് റിച്ച് ഉണ്ടായിക്കൊണ്ട് വന്നത് കുടിക്കുമെന്നാണ് അവരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു കഴിയുമ്പോൾ റിച്ചി ആകട്ടെ ഡിന്നർ ഉണ്ടാക്കാൻ പോകാൻ തുടങ്ങിയിരുന്നു. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് ഇന്ന് ഞങ്ങൾ 2 സഹോദരന്മാരും ചേർന്നിട്ട് ഡിന്നർ ഉണ്ടാക്കാമെന്ന്. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ എടുത്തു വെച്ച് ആ വെജിറ്റബിൾസ് എല്ലാം തന്നെ നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചാൽ മതി, ഉണ്ടാക്കാൻ മാത്രം ഞങ്ങൾ അങ്ങോട്ട് വരാം. അങ്ങനെ അവർ കുക്ക് ചെയ്ത് ആഹാരം കഴിച്ചിട്ട് റിച്ച് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയും വൃത്തിഹീനമായിട്ട് കിടക്കുകയായിരുന്നു ആ കിച്ചൺ മുഴുവൻ. ആ അങ്കിളുടെ വൈഫ് വന്ന് അവളോട് പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഇവരെ കിച്ചണിൽ കേട്ടതെന്ന് പറയുന്നത്. ഇതേ അവസ്ഥയാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ റിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പോകേണ്ടതല്ലേ, അതുകൊണ്ട് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ. എന്നിട്ട് അവൾ കഷ്ടപ്പെട്ട് ആ കിച്ചന്റെ ഒരറ്റത്ത് നിന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ദിവാകറിനും അച്ഛനും ആഹാരം എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് റിച്ച് റെഡിയാവുകയായിരുന്നു. ദിവാകർ പുറത്തേക്ക് പോയി. റിച്ച് ആ ടീച്ചർ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഇന്റർവ്യൂവിനും മറ്റുമായിട്ടാണ് അവൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയത്. എന്നാൽ അവൾ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ട് അയാൾ ചോദ്യം ചെയ്യുകയും അവൾ ജോലിക്ക് പോകുന്നതിനെ പറ്റി പറയുകയും ചെയ്തതോടുകൂടി അയാൾ അവളെ വഴക്ക് പറയാൻ തുടങ്ങി. താൻ വീട്ടിലെ ജോലിയെല്ലാം തീർത്തിട്ടേ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അയാൾ സമ്മതിക്കുന്നില്ല. വീട്ടിലെ സ്ത്രീകൾ ജോലിക്ക് പോകാതെ കുട്ടികളെ നോക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇരിക്കുന്നതാ നല്ലതെന്നും അവളുടെ അമ്മായിമ്മ പോലും PG വരെ എടുത്തിട്ടുണ്ട്. എന്നാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് കൊണ്ട് ദിവാകർ എന്തായാലും ഡോക്ടറായി, അവൻ നല്ല പോലെ പഠിച്ചൊരു നിലയിലും എത്തി. അതുകൊണ്ട് നീ പുറത്തു പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. റിച്ചിക്ക് ശരിക്കും സങ്കടമാകാൻ തുടങ്ങിയിരുന്നു. അവളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം ആ കിച്ചണിലും ആ വീട്ടിലെ ജോലികളും ചെയ്ത് അവളുടെ ദിവസം പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ദിവാകർ റിച്ചിയും ചേർന്നിട്ട് റിച്ചിയുടെ കൂട്ടുകാരിയുടെ വീട്ടിലെ ഡിന്നറിന് പോകുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് റിച്ചിയുടെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് അവർ കഴിച്ച പ്ലേറ്റുകളൊക്കെ എടുക്കാൻ തുടങ്ങുന്നത് കണ്ടിട്ട് ദിവാകറും പറയുന്നുണ്ട് ഞാനും കൂടാമെന്ന്. റിച്ചിയോട് അവിടെ ഇരിക്കാനും പറയുന്നു. റിച്ച് ശരിക്കും ഇത് കണ്ട് ഞെട്ടി. ആദ്യമായിട്ടായിരുന്നു ദിവാകർ ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും. അവള് കൂട്ടുകാരോട് തമാശ എന്ന രീതിയിൽ പറയുന്നുണ്ട് വീട്ടിലാകട്ടെ എന്തിനും ഏതിനും റിച്ചു റിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കും. ആഹാരം ഉണ്ടാക്കി വെക്കുമ്പോൾ വന്ന് കഴിക്കും, പാത്രം പോലും എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. ഡ്രസ്സ് വരെ ഞാൻ എടുത്ത് കൊടുക്കണം. എന്നാൽ അവൾ അങ്ങനെയൊക്കെ പറയുന്നത് ദിവാകറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ ദിവാകർ അവളെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. നിന്റെ കൂട്ടുകാരിയോട് എന്റെ കുറ്റം പറഞ്ഞിട്ട് നീ എന്നെ നാണം കെടുത്തുകയാണെന്നും പറയുന്നു. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണെന്നാണ് റിച്ച പറയുന്നത്. എന്നാൽ അയാൾ അത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നു. വീട്ടിലെത്തിയിട്ടും അയാൾ അവളോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവൾ കുറെ തവണ അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചു. നീ ചെയ്തത് തെറ്റാണെന്നും അതിന് സോറി പറഞ്ഞാൽ മാത്രമേ ഞാൻ മിണ്ടുവെന്നുമാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവൾ സോറി പറയുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളാകട്ടെ ഒരു സെക്സിന് വേണ്ടിയിട്ട് അവളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ റിച്ച മാനസികമായിട്ടും ഒരുപാട് തളർന്നിരുന്നു. വീണ്ടും വീട്ടുജോലികൾ മാത്രമായിട്ട് അവളുടെ ദിവസങ്ങൾ കടന്നുപോയി. അതിനിടയ്ക്ക് ദിവാകറിന് എവിടെ ഒരു മീറ്റിംഗിന് പോകാൻ വേണ്ടിയിട്ട് അയാളുടെ പെട്ടി പാക്ക് ചെയ്യാൻ അവളോട് പറയുന്നു. വണ്ടി വരാൻ 1/2 മണിക്കൂർ കൂടി ഉണ്ടെന്നും അതിനു മുമ്പ് നമുക്ക് ഒന്നുകൂടി സെക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ അവളെ നിർബന്ധിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ ഇത്തവണ
തവണ ശക്തമായിട്ട് തന്നെ തടഞ്ഞു. താനിങ്ങനെ ചെയ്യുമ്പോഴെല്ലാം തന്നെ എനിക്ക് നല്ലപോലെ വേദനയുണ്ടെന്നും അവൾ പറയുന്നു. ഒരു ഫോർ പ്ലേ പോലും ഇല്ലാതെയാണ് നിങ്ങളിത് ചെയ്യുന്നത്. താൻ എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നുണ്ടെന്ന് തനിക്ക് മാത്രമേ അറിയൂ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫാമിലി പ്ലാനിംഗ് നടത്തേണ്ടതെന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ ഇങ്ങനെയാണോ ഫാമിലി പ്ലാനിംഗ് നടത്തുന്നതെന്നാണ് അവൾ ചോദിക്കുന്നത്. തനിക്കും കുറച്ച് ഡിസൈസ് ഒക്കെ ഉണ്ട്, കുറച്ചെങ്കിലും ഫോർ പ്ലേ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ. നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല അറിവാണല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. തനിക്ക് ഫോർ പ്ലേ ചെയ്യാൻ താല്പര്യമില്ലെന്നും മാത്രമല്ല നിന്റെ അടുത്തേക്ക് വരുമ്പോൾ നിനക്ക് കിച്ചണിലെ സ്മെല്ലാണെന്നും അയാൾ പറയുന്നു. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാൾ അവിടെ നിന്നും പോയി. അതിനിടയ്ക്ക് ദിവാകറിന്റെ അച്ഛന്റെ സഹോദരി അവിടേക്ക് വരുന്നു. കർവാചൗത്തിന്റെ വ്രതം ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മായിയമ്മ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ ഇത്തവണ വരുന്നത് ദിവാകറിന്റെ അച്ഛന്റെ സഹോദരിയായിരുന്നു. അവർ വന്ന ഉടനെ ദിവാകറിന്റെ അച്ഛനാകട്ടെ അവർ നേരത്തെ ഉണ്ടാക്കിയിരുന്ന പല ഡിഷസിനെ പറ്റി പറയുന്നു. അതെല്ലാം ഉണ്ടാക്കാനും അതിനെല്ലാം ഒരുപാട് സ്വാദാണെന്നും പറഞ്ഞിട്ട് അവരെ കിച്ചണിലേക്ക് കയറ്റി. റിച്ച് അവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടും അവര് കേട്ടില്ല. അവര് കിച്ചണിലേക്ക് കയറി ഓരോ ജോലികളിലേക്ക് കടന്നു. മാത്രമല്ല കിച്ചണിലെ പല സാധനങ്ങളും അവിടെ എവിടെയും വെച്ചിരിക്കുന്നതിലും കിച്ചണൊന്നും നന്നായിട്ട് വൃത്തിയാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഓരോന്നിനും കുറ്റം പറയാൻ തുടങ്ങി. അങ്ങനെ അന്ന് മുഴുവൻ അവർ ഓരോരോ ഡിഷസ് ഉണ്ടാക്കിയായിരുന്നു. തനിക്ക് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമാണെന്നും നിന്റെ അമ്മായിയമ്മയെ ഞാനാണ് കുക്കിംഗ് പഠിപ്പിച്ചതെന്നും അവർ പറയുന്നു. തനിക്കും ഡാൻസിംഗിൽ ഒരുപാട് പാഷൻ ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് ഓൺലൈനിൽ അവൾ പോസ്റ്റ് ചെയ്തിരുന്ന പല വീഡിയോസും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവരിതൊക്കെ കണ്ടിട്ട് ആകെ ദേഷ്യത്തിലാണ്. പിറ്റേന്ന് അതിരാവിലെ തന്നെ നീ ആഹാരം കഴിച്ച ശേഷം വ്രതം ആരംഭിക്കണമെന്നാണ് അവളോട് അവർ പറയുന്നത്. അങ്ങനെ അവൾ അതിരാവിലെ എഴുന്നേറ്റ് ആഹാരം കഴിച്ചു. അതിനുശേഷം ബാക്കി ഓരോരുത്തരായിട്ട് വന്നിട്ട് ആഹാരം കഴിക്കാൻ തുടങ്ങി. ഉച്ചക്കത്തേക്കുള്ള ഡിഷസും വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആന്റി അവിടേക്ക് വരുന്നു. അവർക്ക് നല്ലപോലെ തലകറങ്ങുന്നുണ്ടായിരുന്നു. ഷുഗറൊക്കെ ഉള്ള നിങ്ങൾ എന്തിനാണ് വെറുതെ വ്രതമൊക്കെ എടുക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവരാകട്ടെ അവളെ വഴക്ക് പറയുകയാണ്. വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് എനിക്കിതിലൊരു പ്രശ്നമില്ല. നിങ്ങളുടെ ജനറേഷനാ ഈ വക പ്രശ്നങ്ങളൊക്കെ തോന്നുന്നത്. മാത്രമല്ല നിന്റെ അമ്മായിമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ നിനക്കതെല്ലാം കൈകൊണ്ട് തൊട്ട് ടേസ്റ്റ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെന്ന്. ഇന്നെന്തായാലും ആ ശീലം നീ പുറത്തെടുക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വ്രതം മുടങ്ങും. അവിടെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും തന്നെ അവളെ വെറും ഒരു വേലക്കാരിയെ പോലെയാണ് കണ്ടു തുടങ്ങിയിരുന്നത്. ദിവസം മുഴുവൻ ജോലി ചെയ്താലും എല്ലാത്തിനും കുറ്റം മാത്രം. അങ്ങനെ വൈകുന്നേരം വ്രതം എല്ലാം തന്നെ മുറിച്ച ശേഷം അവർ ആഹാരം കഴിക്കാനിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് ആ ആന്റി ആകട്ടെ ആ വീഡിയോസ് അവളുടെ അച്ഛനെയും ദിവാകറിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് ദിവാകർ അവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നീ എന്തിനാ ഈ വീഡിയോസ് ഒക്കെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ. താൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. ഈ വീട്ടിൽ ഓരോ റൂൾസ് ഉണ്ട്, അതെല്ലാം നീ ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അയാൾ ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. റിച്ച് ശരിക്കും സഹി കിട്ടിരുന്നു. അതിനിടയ്ക്ക് കുറച്ചു ദിവസം കഴിയുമ്പോൾ ദിവാകറിന്റെ അച്ഛന്റെ ബർത്ത്ഡേ വരാൻ തുടങ്ങി. അയാളുടെ എല്ലാ ഫ്രണ്ട്സിനെയും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്കുള്ള ആഹാരം എല്ലാം തന്നെ ഉണ്ടാക്കാൻ അവളോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദിവസം തോറും ആ കിച്ചണിൽ കയറി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി അവൾക്ക് ശരിക്കും അടുത്തിരുന്നു. അവൾ ഇത്തവണ കിച്ചണിലേക്ക് വന്ന ശേഷം ഒന്നും ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുന്നു. പുറത്തവളുടെ ഫാദറിലായുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് ആകെ ബഹളം നടക്കുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് കേക്ക് കട്ടിയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. റിച്ചിയെ ആരും തന്നെ ശ്രദ്ധിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ലെമൺ വെച്ചുള്ള ഡ്രിങ്ക്സ് ആർക്കൊക്കെ വേണമെന്ന് അവിടെ ഉണ്ടായിരുന്ന ദിവാകറിന്റെ അങ്കിൾ ചോദിക്കുന്നു. ഒരുപാട് പേർ കൈപൊക്കുന്നുണ്ടായിരുന്നു. കുറച്ചു പേർക്ക് മധുരം കൂട്ടിയും കുറച്ചും, ചിലർക്ക് ഉപ്പിട്ടിട്ടും, അങ്ങനെ പല പല ഫ്ലേവേഴ്സിലായിരുന്നു ഓരോരുത്തരും അത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ജോലിക്കാരൻ വന്നിട്ട് റിച്ചിയോട് ഇങ്ങനെ പല ഫ്ലേവേഴ്സിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് പറയുന്നു. ഹോട്ടലിൽ പറയുന്ന പോലെയായിരുന്നു അവളുടെ അടുത്ത് വന്ന് അയാളത് പറഞ്ഞിട്ട് പോയത്. അവൾ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് പാർട്ടിയിലുണ്ടായിരുന്ന ചിലരാകട്ടെ ദിവാകറിനെ കളിയാക്കാൻ തുടങ്ങി. നിന്റെ വൈഫിന്റെ സ്റ്റെപ്പാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവിടെ ഡാൻസ് കളിക്കാനും തുടങ്ങിയിരുന്നു. അവൾ ആ വീഡിയോ ഇപ്പോഴും ഡിലീറ്റ് ആക്കാത്തതിലും ഇവരെല്ലാത് കണ്ടിട്ട് തന്നെ കളിയാക്കുന്നതിന്റെ പേരിലും അയാൾ ആകെ ദേഷ്യത്തിലായിരുന്നു. കിച്ചണിലേക്ക് വന്നിട്ട് അവളെ കുറെ വഴക്ക് പറയുന്നു. മാത്രമല്ല ഇത്രയും പേർക്ക് ഡ്രിങ്ക്സ് ചോദിച്ചിട്ട് കുറെ നേരമായി, ഇത്രയും നേരമായിട്ട് നീ അത് ഉണ്ടാക്കില്ലെന്ന് ചോദിച്ചിട്ട് വീണ്ടും വഴക്ക് പറയാൻ തുടങ്ങി. പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അയാള് പോയി. ആകെ ദേഷ്യത്തിലായിരുന്നു റിച്ച. അവൾ രണ്ടും കളിപ്പിച്ച് കുറെ ഗ്ലാസ് എടുത്ത് വെച്ച ശേഷം അവിടെ ആ സിങ്കിൽ നിന്ന് വീണുകൊണ്ടിരുന്ന അഴുക്ക് വെള്ളം എല്ലാം തന്നെ ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് അതെല്ലാം തന്നെ അവരുടെ അടുത്തായിട്ട് ടേബിൾ കൊണ്ടുവച്ചിട്ട് അവൾ പോയി. അവൾ ചെയ്ത ഈ പ്രവൃത്തി മനസ്സിലാക്കിയ ദിവാകറും അയാളുടെ അച്ഛനും ചേർന്നിട്ട് കിച്ചണിലേക്ക് ദേഷ്യത്തോടെ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ഇരുന്ന ബാക്കി അഴുക്ക് വെള്ളം എല്ലാം തന്നെ അവരുടെ മുഖത്തേക്ക് എടുത്ത് ഒഴിച്ച ശേഷം റിച്ച അവിടെ നിന്നും ദേഷ്യത്തിൽ തന്റെ വണ്ടിയും എടുത്തിട്ട് പോയി. എന്നാൽ വീട്ടിലെത്തി കഴിയുമ്പോൾ അവളുടെ അമ്മയും അച്ഛനും ഇതെല്ലാം കേട്ടിട്ട് ഈ നിസാര കാര്യത്തിനാണോ നീ വന്നതെന്ന് ചോദിച്ചിട്ട് അവളെ വീണ്ടും വഴക്ക് പറയുന്നു. ഒന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് തിരിച്ചു പോകണമെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ റിച്ച ആകെ ദേഷ്യത്തിലായിരുന്നു. ഇനി താൻ ഒരു അടിമയെ പോലെ ഒരിക്കലും അവിടെ കിടക്കില്ല എന്നുള്ള കാര്യത്തിൽ അവൾ തീരുമാനമെടുത്തിരുന്നു. ആ സമയത്ത് പുറത്തുനിന്ന് വന്ന അവളുടെ സഹോദരനാകട്ടെ അവളുടെ അമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നു. എന്നാൽ അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ പോയി കുറച്ച് വെള്ളം എടുത്ത് അവന് കൊടുക്കുക, എന്നിട്ട് നീയും കുടിക്കുകയെന്ന്. എന്നാൽ താൻ കൊടുക്കില്ല എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. അവൻ പുറത്തുനിന്ന് വന്നിട്ട് അവന് വെള്ളം വേണമെങ്കിൽ അവൻ പോയി എടുത്തു കുടിക്കണം, താൻ എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളെപ്പോലുള്ള പേരൻസ് ആണ് സ്വന്തം മക്കളെ ഇങ്ങനെയെല്ലാം തന്നെ വഷളാക്കി വെച്ചിരിക്കുന്നത്. അവനവന്റെ കാര്യങ്ങൾ അവനവൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലുള്ള പേരൻസ് തന്നെ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളുടെ ജീവിതം നശിക്കില്ലായിരുന്നു. ഈ വീട്ടില് എന്റെ സഹോദരന് ലഭിക്കുന്ന അതേ റെസ്പെക്ട് തന്നെ എനിക്ക് ലഭിക്കണം, അല്ലാതെ ഇങ്ങനെ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് വേർതിരിച്ച് കാണുകയല്ല വേണ്ടത്. അത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നീട് കാണിക്കുന്നത് ദിവാകറുമായിട്ടുള്ള ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് അവൾ ഡാൻസ് ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോവുകയും തന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ്. അതേസമയം ദിവാകറിന്റെ വീട്ടിലാകട്ടെ റിച്ചിയുടെ സ്ഥാനത്തേക്ക് മറ്റൊരു സ്ത്രീ വന്നിരുന്നു. ദിവാകർ വീണ്ടും വിവാഹം കഴിച്ചിരിക്കുന്നു. റിച്ചി ആ വീട്ടിലെ എന്തൊക്കെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ പെൺകുട്ടിയും
ദിവാകറിയും അതെല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ദിവാകറിനോ അവന്റെ അച്ഛനോ അവന്റെ അമ്മയ്ക്കോ ഒരു മാറ്റവും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന പല പെൺകുട്ടികളുടെയും ജീവിതം ഇതുപോലെ എല്ലാ സ്വപ്നങ്ങളും ത്യജിച്ചിട്ട് അടുക്കളയിലും 4 ചുവരുകൾക്കുള്ളിലും മാത്രമായി പോകുന്നു. 2021 മലയാളത്തിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന മൂവിയുടെ റീമേക്കാണ് ഈ ഒരു മൂവിയുടെ ഹിന്ദി വെർഷൻ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.